യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യോഹന്നാൻ ലേഖനം 1-ാം ലേഖനം അധ്യായം 1 2-ാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യേണ്ടയാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. 2 വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. യോഹന്നാൻ ശ്ലീഹ അവിടെ വിശേഷിപ്പിക്കുകയാണ് എൻ്റെ കുഞ്ഞുമക്കളെ എന്നുള്ളത്. വിശ്വാസികളോടുള്ള സ്നേഹവാത്സല്യത്തെയാണ് എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് ഈ യോഹന്നാൻ ശ്ലീഹ എഴുതുമ്പോൾ സൂചിപ്പിക്കുന്നത്. ആ സ്നേഹവാത്സല്യം എന്നിട്ട് പറയുകയാണ്, പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത്. അപ്പൊ പാപം ചെയ്യാതിരിക്കാനായിട്ട് വാത്സല്യത്തോടു കൂടിയാണ്, ഒരു കൊച്ചുകുട്ടിയുടെ വാത്സല്യത്തോടു കൂടിയിട്ടാണ് യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ്, കരുതലോടെ കൂടിയിട്ടാണ് ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ ആ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിലെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. 2-ാമത്തെ വാചകം ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ്. പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയണ, പാപം ചെയ്തു കഴിഞ്ഞാലോ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. കാരണം പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്, നിങ്ങളെ അടുപ്പിക്കാനായിട്ട്, പാപത്തിൽ മോചിപ്പിക്കാനായിട്ട് ഒരു മധ്യസ്ഥനുണ്ട്. അതാണ് നീതിമാനായ യേശുക്രിസ്തു. പലപ്പോഴും പലരും പാപത്തെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നരകം കിട്ടും, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോണ മുമ്പായിട്ട് നമ്മൾ മക്കളോട് പറയും, നിനക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ബാക്കി കാണിച്ചു തരാന്ന് പറയും. ഇവിടെ പാപം ചെയ്യാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് പറയാ, പാപം ചെയ്തു കഴിഞ്ഞാലും ആ കർത്താവിന്റെ സ്നേഹം യോഹന്നാൻ ശ്ലീഹയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. ആ യോഹന്നാൻ ശ്ലീഹ പറയാണ്, പാപം ചെയ്തു കഴിഞ്ഞാലും നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു മധ്യസ്ഥ നമുക്കുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ചുണ്ടാ പിന്നെ ആകലപ്പെടണേ? കാരണം നമ്മുടെ ജീവിതത്തിലെ മടുപ്പ് കൊണ്ടിരുന്ന ആരാ? പരിശുദ്ധാത്മാവായിരിക്കും. ആരാ? സാത്താൻ. ഞാനിപ്പോ എല്ലാ ദിവസവും കൊന്നച്ചൊല്ലാണ്, പ്രത്യേകിച്ച് എനിക്ക് ഒന്നും കിട്ടാൻ പോയി മടുപ്പായി പറയും, അച്ഛൻ മടുത്തു, പ്രാർത്ഥിച്ച് മടുത്തു. അത് അവന്റെ പണിയാ, സാത്താന്റെ പണിയാ. ആ മടുപ്പ് വന്നു കഴിഞ്ഞാല് പിന്നെ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടും, നിരാശ വരും. അല്ലെങ്കിൽ പാപം ചെയ്തു, അവിടെ നമുക്ക് നിരാശയല്ല വേണ്ട, നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്ന ഒരു സ്നേഹം മാത്രമായ നല്ലൊരു യേശു അവിടെ നിനക്കുണ്ട് എന്ന പ്രത്യാശയാണ് വേണ്ടത്. അതാണ് യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ശാപത്തെ പറ്റി, പാപം ചെയ്ത് നിനക്ക് ശാപം, അത് പഴയ നിയമത്തിലെ ദൈവവും പ്രവാചകനും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്നത്.
പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുഞ്ഞുമക്കളെ എന്ന രീതിയിൽ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ സ്നേഹമാണ് നമുക്കിവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അനുഭവിച്ച യോഹന്നാൻ ശ്ലീഹയാണ് വളരെ വ്യക്തമായിട്ടും എഴുതി വെക്കുന്നത്. ഇവിടെ വാചകമുണ്ട്, പിതാവിന്റെ സന്നിധിയിലേക്ക്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ടെന്നുള്ളത്. പിതാവിന്റെ സന്നിധി എന്ന് പറയുമ്പോൾ എവിടെയാ? സ്വർഗത്തില്. പിതാവിന്റെ സന്നിധി എന്ന് പറയുമ്പോൾ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനും വരുവാനും ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് പറ്റോ? ഇല്ല. സ്വർഗത്തിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ഈശോ മിശിഹ മാത്രം. പിതാവിന്റെ അടുക്കലേക്ക്, കാരണം പിതാവിന്റെ പക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ മധ്യസ്ഥ സ്വഭാവം കാണിക്കാനാണ് ഇവിടെ സൂചിപ്പിക്കുന്ന, പിതാവിന്റെ സന്നിധിയിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. മധ്യസ്ഥനുണ്ട് എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാചകം, ഇവിടെ പറയുന്ന ഗ്രീക്ക് വാചകം പാരാക്ലെത്തോസ് എന്നാണ്. പാരാക്ലെത്തോസ്, മധ്യസ്ഥൻ എന്നിവിടെ സൂചിപ്പിടെ എഴുതി കാണിക്കുന്ന ആ ഗ്രീക്ക് പദം പാരാക്ലെത്തോസ്, ഗ്രീക്കിലെ. അത് യോഹന്നാന്റെ സുവിശേഷം 16 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 14 വാക്യത്തിലും ആ വാചകം പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുന്നത് യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്ന വാചകമാണ് പാരാക്ലെത്തോസ്, മധ്യസ്ഥൻ. രണ്ടാമത്തെ 14:26 പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ, സഹായകനായ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ പാരാക്ലെത്തോസ് എന്ന് സൂചിപ്പിക്കുന്ന, മധ്യസ്ഥനുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുമ്പില് നമ്മുടെ പാപം മൂലം സാത്താൻ കുറ്റാരോപണം നടത്തുമ്പോൾ ഒരു മധ്യസ്ഥം ആവശ്യമുണ്ട്. ദൈവത്തിന്റെ മുമ്പില് സാത്താൻ നമുക്കെതിരെ പടവാളുമായിട്ട് വരുമ്പോൾ യേശു നമ്മുടെ മുമ്പില് കയറി വരും മധ്യസ്ഥനായിട്ട്. പാപം മോചിപ്പിക്കാൻ മാത്രമല്ല, അവിടെ ഒരു മധ്യസ്ഥനായിട്ട്, പാപത്തിൽ വീഴാതിരിക്കാനുള്ള മധ്യസ്ഥനായിട്ട് യേശു കടന്നു വരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് യോഹന്നാൻ ശ്ലീഹ ഒരു മധ്യസ്ഥനുണ്ട് എന്ന് പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നത്. ഒന്നാമത് രണ്ട് കാര്യങ്ങളാണ് ഈ മധ്യസ്ഥനുണ്ട് എന്ന് പറയുമ്പോൾ. ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചോ, പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീരുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീരുവാൻ വേണ്ടി യേശുവിന് സാധിക്കും. രണ്ടാമതായിട്ട് ദൈവസന്നിധിയിലെ നമുക്ക് വേണ്ടി നിത്യ പുരോഹിതനായ മാറാൻ സാധിക്കും, ഒരു പുരോഹിതനായിട്ട് മാറാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവസന്നിധിയിലെ മധ്യസ്ഥനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ഓർക്കേണ്ട. ഒന്നാമത് പാപങ്ങൾക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരി വെച്ച് പരിഹാര ബലിയായിട്ട്, സ്വയം മുറിക്കപ്പെടുന്ന പരിഹാര ബലിയായിട്ട് ഈശോയ്ക്ക് അവിടെ രക്തം ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവസന്നിധി നമുക്ക് വേണ്ടിയിട്ട് പുരോഹിതനായിട്ട്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഒരു മധ്യസ്ഥനായിട്ടുള്ള ഒരു പുരോഹിതനായിട്ട് മാറാനായിട്ട് യേശുവിന് സാധിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുകയാണ്. ഇനി പറയുന്നുണ്ട് നീതിമാനായ യേശു ക്രിസ്തു. ഇവിടെ നീതിമാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പാപമില്ലാത്തവനും പാപത്തെ ജയിച്ചവനും, പാപമില്ലാതെ ജനിച്ചവനും പാപത്തെ ജയിച്ചവൻ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നീതിമാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പാപമില്ലാതെ ജനിച്ചവനും പാപത്തെ ജയിച്ചവനും. പാപമില്ലാതെ ജയിച്ചു, പക്ഷേ പ്രലോഭനത്തെ അതിജീവിച്ചു പാപത്തെ ജയിക്കുന്നവനാണ് നീതിമാൻ അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് മാറുക. നമുക്ക് എല്ലാവർക്കും പ്രലോഭനമുണ്ട്, പക്ഷെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന, ജയിക്കുന്നവനാണ് വിശുദ്ധരായിട്ട് മാറുക. അവിടെ നീതിമാനായ യേശു ക്രിസ്തു എന്ന് സൂചിപ്പിക്കുമ്പോൾ പാപമില്ലാത്തവനും പാപത്തെ ജയിച്ചവനും,
പാപില ജനിച്ചവനും പാപത്തെ ജയിച്ചവനും എന്ന് അർത്ഥമായിട്ട് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുക. ഇനി ഒന്നാമത്തെ വാക്യം കഴിഞ്ഞു. രണ്ടാമത്തെ വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പരിഹാര ബലി എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ ബലി വഴിയായിട്ട് പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലെ യേശുനാഥൻ നമ്മളെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളോട് ഏറ്റുപറയുമ്പോൾ ദൈവവും മനുഷ്യനെയും അനുരഞ്ജപ്പെടുത്താനാണ്, ആ ദൈവിക ബന്ധം ശക്തിപ്പെടുത്താനാണ് യേശുക്രിസ്തു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലെ എഴുന്നള്ളി വരുന്നത്. പാപികളുള്ള ദൈവത്തിന്റെ കാരുണ്യം ഇവിടെ വളരെ വ്യക്തമായിട്ടും പ്രകടമാക്കുകയാണ്. അപ്പൊ ഈ മാമോദീസായിലൂടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉടമ്പടിയാണ് നമ്മൾ മാമോദീസായിൽ എടുക്കുന്നത്. ആ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉടമ്പടി പരിശുദ്ധ കുർബാനയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാണ്. ആ ഉടമ്പടി നമ്മൾ വേർപെട്ടു പോകുന്നത് പാപം വഴിയായിട്ടാണ്. ആ ഉടമ്പടി ബന്ധത്തിൽ നിന്ന്, ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നമ്മൾ നീങ്ങി പോകുമ്പോൾ നമ്മളെ അനുരഞ്ജനപ്പെടുത്തി ആ ബന്ധം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ സാധ്യമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഉടമ്പടി പരിശുദ്ധ കുർബാനയാണ്. അതിനപ്പുറത്ത് വലിയ ഉടമ്പടിയുണ്ടോ? അപ്പൊ അവിടെ ഇവിടെയും പോയിട്ട് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഏറ്റവും വലിയ ഉടമ്പടി മാറ്റി കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് വേറെ ഉടമ്പടി ഉണ്ടാക്കും. സ്വർണം അല്ല തങ്കം ഇരിക്കേണ്ട കയ്യില്, അത് വേണ്ട വെച്ചിട്ട് സ്വർണ്ണ പ്ലേറ്റിങ് ഉള്ള മാലെടുത്ത് നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അത് തൂക്കി നോക്കുമ്പോൾ അതിന്റെ വാല്യൂ നമുക്കറിയുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ഉടമ്പടി പരിശുദ്ധ കുർബാനയിലാണ് ഉടമ്പടി. അതിനായിട്ട് നമുക്ക് യേശു പറയാ, യോഹന്നാൻ പറയാ, വിശ്വാസികൾക്ക് വേണ്ടിയല്ല, ലോകം മുഴുവൻ പാപത്തിന് വേണ്ടിയിട്ട്. മാമോദീസായിലെ വിശ്വാസികൾക്കുള്ള ഉടമ്പടി മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു പരിഹാര ബലിയായി മാറിയത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, വിശ്വാസ രക്ഷകൻ മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനാണ് ഈശോ എന്ന് വളരെ സന്നിഗ്ധമായിട്ട് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന് മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരക്കുരിശിൽ മരിച്ചത്. ഓരോ കുർബാനയിലും അവിടുന്ന് സജീവമായിട്ട് സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ജോൺ പോളാണ് മാർപ്പാപ്പ പറഞ്ഞത്, എന്ന് പരിശുദ്ധ കുർബാന ഈ ലോകത്ത് ഇല്ലാതാകണോ അത് ലോകത്തിന്റെ നാശാണെന്ന്. എന്ന് എവിടെ പരിശുദ്ധ കുർബാന ഇല്ലാതാകുന്നു അത് ആ ലോകത്തിന്റെ നാശമാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ നാശമാണ് പരിശുദ്ധ കുർബാന ഇല്ലാതാകല്. അപ്പൊ നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ട് ഒരു ബലിയർപ്പണം നടക്കുമ്പോൾ അത് ലോകത്തിന് വേണ്ടി കൂടിയുള്ള ബലിയർപ്പണമാണ്. ഇന്നിവിടെ ഈ ആരാധനാലയത്തിലെ ബലിയർപ്പണം നടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന് മുഴുവനും അതിൻ്റെ അഭിഷേകമുണ്ട്, അനുഗ്രഹമുണ്ട്. ജോൺ പോളാണ് മാർപ്പാപ്പ പറഞ്ഞത്, എന്ന് ലോകത്തിലെ ഏതേ പ്രദേശത്ത് ദിവ്യബലിയർപ്പണം നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അവിടെ അന്ധകാരം പെട്ടെന്ന് വ്യാപരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ ഉടമ്പടിയായ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പാപപരിഹാര ബലിയായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ.